പ്രൊപ്പഗാൻഡയെ ഹൈ ബജറ്റിൽ ബിഗ് സ്കെയിലുള്ള മേക്കിങ്ങിൽ പൊതിഞ്ഞെടുത്ത റിവെഞ്ച് സ്റ്റോറിയാണ് ദുരന്തർ എന്ന വാദം ഇതിനോടകം ശക്തമാണ്. ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ പൊള്ളത്തരങ്ങളും കുടിലതയും രണ്ടാം ഭാഗത്തിൽ ഒളിച്ചും തെളിച്ചും കടത്തുന്ന ചിത്രം. സിനിമാ മേഖല തന്നെ സിനിമയുടെ പൊളിറ്റിക്സിൽ രണ്ട് തട്ടിലാണ്. സിനിമയെ പിന്തുണയ്ക്കുന്ന പ്രൊപ്പഗാൻഡവാദങ്ങളെ തള്ളിക്കളയുന്ന താരങ്ങളാണ് അക്കൂട്ടത്തിൽ ഭൂരിഭാഗവും. ഏതൊരു ഇന്ത്യക്കാരനും കാണേണ്ട സിനിമയെന്ന് പുകഴ്ത്തിയ രജനീകാന്ത് മുതൽ ഇന്ത്യ മുഴുവൻ സ്വീകരിച്ച ചിത്രത്തിനെതിരെയുള്ള ചിലരുടെ അഭിപ്രായങ്ങൾക്ക് മാത്രം എന്ത് പ്രസക്തിയെന്ന് ചോദിച്ച പ്രിയദർശൻ വരെ അതിൽപ്പെടും. എന്നാൽ മറുഭാഗത്തും ഉറച്ച ശബ്ദങ്ങളുണ്ട്. RSS പരിപാടികളിൽ പങ്കെടുക്കുന്ന മുൻനിര താരങ്ങളുള്ള ബോളിവുഡിൽ നിന്ന് തന്നെ അതിനെതിരെ ശബ്ദവും ഉയർന്നതാണ്. അവസാനമായി ദുരന്തറിനെതിരെ രംഗത്തെത്തിയത് സംവിധായകൻ വെട്രിമാരനാണ്. തൻ്റെ സിനിമകളിലൂടെ ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സംവിധായകൻ. അടിച്ചമർത്തലും അസമത്വവും അതിനെതിരെയുള്ള പോരാട്ടവും എന്നും പാത്രമാകുന്ന തൻ്റെ സിനിമകൾ പോലെയാണ് സിനിമയ്ക്ക് പുറത്തും വെട്രിമാരൻ. പേരെടുത്ത് പറയാതെ പരോക്ഷമായ വിമർശനമാണ് ദുരന്തറിനെതിരെ അദ്ദേഹം ഉന്നയിച്ചത്. ഇന്ന് എല്ലാം പ്രൊപ്പഗാൻഡയായി മാറുകയാണ്. പ്രൊപ്പഗാൻഡയ്ക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. നോട്ട് നിരോധനം ആരെയാണ് അധികമായി ബാധിച്ചത്? എത്ര പേരാണ് നോട്ട് മാറ്റാൻ ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് എന്നെല്ലാം നമുക്കറിയാം. എന്നാൽ വളരെ ഈസിയായി അതിൻ്റെ ഇമ്പാക്റ്റ് മാറ്റപ്പെടുകയാണ്. ഇത്തരം ഹെയ്റ്റുകൾക്കെതിരെ നല്ല സിനിമകൾ വരേണ്ടതുണ്ട്, അദ്ദേഹം പറയുന്നു. നീലിര എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് വെട്രിമാരൻ്റെ പരാമർശം. ദുരന്തർ 2 റിലീസിന് പിന്നാലെ സിനിമയ്ക്കെതിരെ പ്രകാശ് രാജും രംഗത്തെത്തിയിരുന്നു. സിനിമയെ പ്രശംസിച്ച അല്ലു അർജുൻ, വിജയ് ദേവരക്കൊണ്ട, ജൂനിയർ NTR, മഹേഷ് ബാബു എന്നിവരെ കടപ്പാടുകൾ സൗത്തിലേക്കും വ്യാപിച്ചോ എന്ന ചോദ്യം കൊണ്ട് അദ്ദേഹം പരിഹസിച്ചു. ദുരന്തറിൽ നിന്ന് താൻ വളരെ അകലെയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു. ആദ്യ ഭാഗം ഇറങ്ങിയ സമയത്താണ് സിനിമയ്ക്ക് റിവ്യൂമായി ഹൃത്തിക് റോഷൻ എത്തിയത്. സ്റ്റോറി ടെല്ലിങ്ങിനെയും മേക്കിങ്ങിനെയും പുകഴ്ത്തിയ ഹൃത്തിക് സിനിമയിലെ പ്രോബ്ലമാറ്റിക് പൊളിറ്റിക്സിനെ കുറിച്ചും തുറന്നടിച്ചു. ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ചിത്രം പറയുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഫിലിം മേക്കേഴ്സിന് സമൂഹത്തിനോട് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാക്കുകളും ഇപ്പോൾ വൈറലാണ്. നേരത്തെ പ്രൊപ്പഗാൻഡ സിനിമകളായ ചാവയെയും കശ്മീർ ഫയൽസിനെയും മുൻനിർത്തി അത്തരം സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ടാകുന്നത് തന്നെ ഭയപ്പെടുത്തുന്നുവെന്ന ജോൺ എബ്രഹാമിൻ്റെ വാക്കുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അത്തരത്തിലുള്ള സിനിമകൾ തന്നെ പ്രലോഭിപ്പിച്ചിട്ടില്ലെന്നും ഒരിക്കലും അങ്ങനെയുള്ള ചിത്രങ്ങളുടെ ഭാഗമാകില്ലെന്നും അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ദുരന്തറിനോടൊപ്പം ആ വാക്കുകളും ചേർത്ത് വായിക്കുകയാണ് നെറ്റിസൻസ്. കന്നഡ നടിയും മുൻ ലോക്സഭാ MP-യുമായ രമ്യയും ദുരന്തർ 2-നെതിരെ എതിർപ്പുമായി എത്തിയിരുന്നു. പ്രൊപ്പഗാൻഡയ്ക്കപ്പുറം സിനിമയുടെ മേക്കിങ്ങിനെയും താരം നിശിതമായി വിമർശിച്ചു. ഇഷ്ടമില്ലാത്തൊരു ടെക്സ്റ്റ് ബുക്ക് കഷ്ടപ്പെട്ട് വായിക്കുന്നത് പോലെയായിരുന്നു സിനിമയുടെ തിയേറ്റർ അനുഭവമെന്ന് രമ്യ എക്സിൽ കുറിച്ചു. രൺവീറാണ് സിനിമ ക്യാരി ചെയ്യുന്നതെന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? വീണ് കിടക്കുന്ന ഏതൊരു ഒബ്ജക്റ്റ് കൊണ്ടും എത്രത്തോളം വയലൻ്റ് ആകാമെന്ന് കാണിക്കുന്ന വിഷ്വൽ ഹാൻഡ് ബുക്കാണ് ചിത്രം. കഴിഞ്ഞ സീനിനേക്കാൾ എത്രത്തോളം വയലൻ്റ് ആക്കാം അടുത്ത സീൻ എന്ന നിരന്തര ചിന്തയിലാണ് സംവിധായകൻ. രൺവീർ, നിങ്ങൾ ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. ആദിത്യദർ തീവ്ര ദേശീയതയും പ്രൊപ്പഗാൻഡയും ഔട്ട് ഓഫ് ഫാഷനായി. അതിൽ നിന്നും മുന്നോട്ട് പോകൂ, രമ്യ പറഞ്ഞു. ദുരന്തറിൻ്റെ പ്രൊപ്പഗാൻഡയ്ക്കെതിരെ പ്രതികരണം നടത്തിയ റീത് പദ്ദ നേരിടുന്നത് വൻ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് ആണ്. ബോളിവുഡ് നടി അനീത് പദ്ദയുടെ സഹോദരിയാണ് റീത്. ബോളിവുഡിൻ്റെ ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന അവർ ദുരന്തറിനെയും കശ്മീർ ഫയൽസിനെയും കേരള സ്റ്റോറിയെയും എല്ലാം പ്രൊപ്പഗാൻഡയെന്ന് അഭിപ്രായപ്പെട്ടു. ഇതിന് സൈബർ അടുത്ത് വലിയ രീതിയിൽ ബാക്ക്ലാഷ് നേരിട്ടതോടെ ഇൻസ്റ്റ അക്കൗണ്ട് വരെ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. വിമർശനങ്ങൾക്കിടയിലും ആദ്യ ഭാഗത്തിൻ്റെ കളക്ഷൻ മറികടന്ന ചിത്രം ആഗോളതലത്തിൽ ഇതിനോടകം 1400 കോടിക്കടുത്ത് എത്തിക്കഴിഞ്ഞു. സിനിമയുടെ പൊളിറ്റിക്സിനെ പരമാവധി ന്യായീകരിക്കുകയാണ് സംവിധായകരടക്കമുള്ള അണിയറ പ്രവർത്തകർ. പക്ഷേ സത്യം എത്ര വളച്ചൊടിച്ചാലും കള്ളമാവില്ലെന്ന തുറന്നു പറച്ചിലാണ് സിനിമാ മേഖലയിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങൾ.